ഹലോ ഞാനിന്ന് ജർമ്മനിയിലെ സാക്സൺ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ദ്രെസ്ഡനിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാറിൽ ഫുള്ള് നശിച്ചു പോയ ഒരു സിറ്റിയായിരുന്നു ഇത്. കുറേ വർഷങ്ങളെടുത്താണ് ദ്രെസ്ഡനെ അതിൻ്റെ പഴയ രൂപത്തിലേക്ക് എത്തിക്കാൻ പറ്റിയത്. ഈ കാണുന്നത് ഗ്രീൻ വേൾഡിൻ്റെ എൻട്രൻസ് ആണ്. ഇതൊരു മ്യൂസിയം ആണ്. 1723 സാക്സന്റെ എലക്ടറും പോളണ്ടിലെ രാജാവുമായ അഗസ്റ്റസ് ദ സ്ട്രോങ് ആണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഓൾഡ് സിറ്റിയിൽ തന്നെ ഒരുപാട് മ്യൂസിയം നമുക്ക് കാണാൻ പറ്റും. ഇതുപോലത്തെ യെല്ലോ ട്രാംസ് എപ്പോഴും ഇവിടെ ഓടിക്കൊണ്ടിരിക്കും. ഇതും ഒരു മ്യൂസിയത്തിന്റെ ഭാഗമാണ്. ഇനി സ്റ്റെപ്പ് കയറി നമുക്ക് മേളിലോട്ട് പോവാം. താഴോട്ട് ഇറങ്ങിപ്പോയി ഞങ്ങൾക്ക് പറ്റിയില്ല. അവിടെ റെനോവേഷൻ പണികൾ നടക്കുമായിരുന്നു. എങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം കണ്ട് ആസ്വദിച്ചു. ഇന്നൊരു മൂഡി ക്ലൈമറ്റ് ആയിരുന്നു. എന്നാലും ദ്രെസ്ഡനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ദ്രെസ്ഡനിലെ സ്വിംഗർ പാലസിന്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. ഇവിടെ ഒരുപാട് മ്യൂസിയം, ആർട്ട് ഗാലറീസും എല്ലാം കാണാൻ പറ്റും. ഇവിടെ താഴെ ഒരു നല്ല ഗാർഡൻ ഉണ്ടായിരുന്നു. പക്ഷെ റെനോവേഷൻ കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. ബറോക്ക് സ്റ്റൈലിലാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് സെംപോറർ ഒപ്പേറ ഹൗസിന്റെ അടുത്തേക്കാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ അത് ഭയങ്കര ഭംഗിയായിരുന്നു. എൽബ റിവറിന്റെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദ്രെസ്ഡനിലെ ഒരു ഹിസ്റ്റോറിക് സെന്റർ ആണിത്. കിങ് യോഹാന്റെ സ്റ്റാച്ചു ആണ് ഇതിന്റെ മുമ്പിൽ നമ്മൾ കാണുന്നത്. ഇതാണ് റോയൽ പാലസ് ഓഫ് ഡ്രെസ്ഡൻ. ഈ കാണുന്നതാണ് ഡ്രെസ്ഡൻ കത്തീഡ്രൽ. എല്ലാം കൊണ്ടും ഇവിടുന്നുള്ള വ്യൂ എക്സലന്റ് ആയിരുന്നു. ഇവിടുന്ന് എനിക്കൊരു പാണ്ടൊരു ഫ്രണ്ടായി കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു.
പോയപ്പോൾ ഇവിടുത്തെ എൽബർ റിവറിനെ നന്നായി കാണാൻ പറ്റി. ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറച്ചു നേരം നടന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ എൽബർ റിവറിനെ നന്നായി കാണാം. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കിർഹയുടെ അടുത്തേക്കാണ് പോകുന്നത്. കിർഹ എന്ന് വെച്ചാൽ ചർച്ചാണ്. ഒരു കൊച്ചു വയലൻസ് മാർക്കിന്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഞങ്ങൾ കിർഹയുടെ അടുത്തേക്ക് എത്തി. കിർഹ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞങ്ങളും കിർഹയുടെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. കുർബാന സ്റ്റാർട്ട് ചെയ്ത സമയമായി. അതുകൊണ്ട് തന്നെ പള്ളിയിൽ നല്ല ആളുകൾ ഉണ്ടായിരുന്നു. വൈറ്റിൽ ഗോൾഡൻ കളറുള്ള ആൾക്കാര് നല്ല ഭംഗിയായിരുന്നു. സെക്കൻഡ് വേൾഡ് വാർ നശിച്ചുപോയ ഈ കിർഹ പിന്നെയും റീബിൽഡ് ചെയ്തു. ഞങ്ങൾ കിർഹയിൽ നിന്നും വേറൊരു സൈഡിൽ കൂടിയാണ് പുറത്തിറങ്ങിയത്. ഈ കാണുന്ന ഡ്രെസ്ഡനിലെ ഫെർക്കേസ് മ്യൂസിയമാണ്. ഇപ്പം വിന്റർ ആയതിനാൽ നേരത്തെ തന്നെ ഇവിടെ ഇരുട്ടായി തുടങ്ങി. അതുകൊണ്ട് ഇന്നത്തെ ടൂർ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. നാളെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. രാവിലെ ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടെത്തി. ഇവിടുത്തെ കുതിരവണ്ടികളിലും നമുക്ക് ചുറ്റിക്കറങ്ങി കാണാൻ പറ്റും. നമ്മുടെ പാണ്ട ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഞങ്ങൾ ഇന്നും പോയി ഫോട്ടോ എടുത്തു. ഡ്രെസ്ഡൻ കാസിലും അതിൻ്റെ അടുത്തുള്ള ഫേമസ് പെയിന്റിങ്ങുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഫിയോസ്റ്റൻ സൂക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആർട്ടാണിത്. സെക്കൻഡ് വേൾഡ് വാറിലെ ബോംബ്സിനെ സർവൈവ് ചെയ്തതാണിത്. 102 മീറ്റർ ലെങ്ത്തും 10 മീറ്റർ ഹൈറ്റാണ് ഇതിനുള്ളത്. ഇത് ബിൽഡ് ചെയ്ത് 100,000 പീസസ് ഓഫ് ബൈസൺസ് പോർസലൻ ടൈൽ വെച്ചാണ്. ഇത് വേൾഡിന്റെ ലാർജസ്റ്റ് പോർസലൻ മ്യൂറലാണ്. 1127 മുതൽ 1873 വരെ സാക്സൺ ഭരിച്ചിരുന്ന രാജാക്കന്മാരും പ്രഭുക്കന്മാരും എലക്ടർമാരുടെയും പിക്ചേഴ്സാണ് നമ്മൾ ഈ വാളിൽ കാണുന്നത്. ഇവിടെ നിന്ന് ഞങ്ങളൊരു സുവനീറും വാങ്ങി.
ക്രോസ് ചെയ്ത് ഞങ്ങൾ അപ്പുറത്തെത്തി. ഞങ്ങളിപ്പം സിറ്റിന്റെ സെന്ററിലെത്തി. ഉച്ചയായി, എന്തേലും കഴിക്കാന്ന് വിചാരിക്കുന്നു. ഡോണ ബോക്സ് ആണ് ഞാൻ എനിക്കായി ഓർഡർ ചെയ്തത്. ഹമ്മസും ചിക്കനും ചേർന്നതാണ് ഡോണ ബോക്സ്. ചിക്കൻ റോളും വെജിറ്റബിൾസും സോസൊക്കെ ഉള്ള 2 പ്ലേറ്റും കൂടെ ഞങ്ങൾ മേടിച്ചു. സിറ്റി ടൂർ നടത്തുന്ന ബസ്സുകളാണ്. ഇതിൽ കയറിയ ഈ സിറ്റി മൊത്തം നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ക്രിസ്മസ് ആയിരുന്നു, അതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാ സ്റ്റാളുകളും ക്ലോസ് ആയിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചുമ്മാ നടന്ന് പുറത്തിറങ്ങി. ഇതിന്റെ അകവും ഭയങ്കര മനോഹരമായിരുന്നു. ഇതിന്റെ അകം ഫുള്ള് കാണാൻ ഒരുപാട് നേരം എടുക്കും, അതുകൊണ്ട് ഞങ്ങൾ അകത്തോട്ട് കയറിയില്ല. ഇവിടെ ഒരു വലിയ ചെസ് കളിക്കാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം അത് കളിച്ചു. കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകളായി ഞാൻ പിന്നെ വരാം. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുതേ. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യണേ. Okay then, cheers, bye bye. Subscribe to my channel.